നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ ലേബർ പാർട്ടി സർക്കാരിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെക്കും. ബജറ്റ് വീഴ്ചയുടെ പേരിൽ ധനമന്ത്രി ചാൻസലർ റേച്ചൽ റീവ്സ് അടക്കം രാജിവെക്കണമെന്ന് ലേബർ പാർട്ടിയിലെ വിമതന്മാർ. യുകെയിൽ തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ കൂടി യാത്ര തിരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പാസ്പോർട്ട് പരിശോധിച്ചില്ല എങ്കിൽ യാത്ര മുടങ്ങും. ഇനി മുതൽ 10 വർഷത്തിലധികം പഴക്കമുള്ള പാസ്പോർട്ട് ഉപയോഗിച്ച് 26 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ഷെങ്കൻ മേഖലാ രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയില്ല. കാർഡിഫിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ചന്തകളെ നാണിപ്പിക്കുന്നത്. മതിയായ ഭക്ഷണം ലഭിക്കാതെയും കിടക്കവിരിയിൽ പൊതിഞ്ഞതിനാലും നവജാത ശിശുക്കളടക്കം ആശുപത്രിയിൽ മരണമടഞ്ഞു. വിദഗ്ധ ചികിത്സകൾക്കായി രോഗികളെ കൊണ്ടുപോകുന്നത് വൃത്തിഹീനമായ ടണലുകളിലൂടെയാണ് എന്നും പരാതി. ആശുപത്രിയുടെ ശോചനീയമായ അവസ്ഥ രോഗികൾക്ക് ദുരിതമാകുന്നു. അമേരിക്കയിൽ ഉയർന്ന വിദ്യാഭ്യാസ വായ്പകളിൽ വൻ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം നഴ്സിംഗ് ബിരുദങ്ങളെ പ്രൊഫഷണൽ ഡിഗ്രികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നഴ്സിംഗിലെ മാസ്റ്റേഴ്സ്, ഡോക്ടറൽ കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ആശയക്കുഴപ്പത്തിൽ. പുതുക്കിയ നിയമങ്ങളിൽ ആരോഗ്യരംഗം കടുത്ത ആശങ്കയിൽ. കരീബിയൻ സമുദ്രത്തിൽ നടന്ന US സൈനിക ബോട്ട് ആക്രമണ വിവാദം രൂക്ഷമാകുന്നു. അമേരിക്കയ്ക്കെതിരെ അന്തർ അമേരിക്കൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം. ട്രംപ് ഭരണകൂടത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയാകും. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകളെ വിമർശിച്ച് ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധികളുടെ ലേഖനം എഴുതിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം. ലേഖനം വിവാദമായിരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്താനിരിക്കെ. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കേന്ദ്രം തിരുവനന്തപുരത്ത്. നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഭൂമി വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി. രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഓഫീസ് പരിശോധിക്കണമെന്ന് ആവശ്യം. ഗൂഢാലോചന അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് കോടതിയിൽ. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം. ഗർഭചിത്രം നടത്തിയത് യുവതി. രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ ശ്രമമെന്ന് രാഹുലിന്റെ വാദം. പുതിയ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത്. പ്രധാന വാർത്തകൾ വിശദമായി. ബ്രിട്ടനിൽ ഇപ്പോൾ ഉന്നതരുടെ രാജികൾ ദിനം പ്രതി ഉയരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ സർക്കാരിൽ നിന്നും മന്ത്രിമാരുടെ രാജികളും പാർട്ടി എംപിമാർ റീഫോം അടക്കമുള്ള പാർട്ടികളിലേക്ക് മാറിയതുമൊക്കെ കഴിഞ്ഞ ഒരു വർഷമായി ശകുനപ്പിഴകളായി തുടരവെയാണ് ബ്രിട്ടനിലും അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ ഉന്നതങ്ങളിൽ ആവശ്യത്തിനുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരെ രാജി വാർത്തകൾ എത്തുന്നതും ഇപ്പോൾ ധനമന്ത്രി ചാൻസലർ റേച്ചൽ റീവ്സ് അടക്കം രാജിവെക്കണമെന്ന് മുറവിളി ഉയരുന്നതും. ഇതിനൊപ്പം ലേബർ പാർട്ടിയിലെ വിമത ശബ്ദങ്ങൾ സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ മെയ് മാസത്തിനപ്പുറം മുന്നോട്ട് പോകില്ല എന്നാണ് അടുത്തുവരുന്ന ഒരു രാജിയുടെ മുൻകൂർ പ്രഖ്യാപനമായി പറയുന്നത്. മെയ് മാസത്തിൽ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ലേബർ കനത്ത പരാജയം നേരിടുമെന്നും അതിന് പ്രധാന കാരണമായി മാറുക കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച ബജറ്റാണെന്നും വിമർശനം ഉയരവെയാണ് റീവ്സിന്റെയും സ്റ്റാമറിന്റെയും രക്തത്തിനായി ദാഹമുയരുന്നത്. ബജറ്റ് വീഴ്ചയുടെ പേരിൽ റീവ്സ് എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നാണ് സ്കോട്ടിഷ് നാഷണൽ പാർട്ടി മേധാവി ജോൺ സ്വിന്നി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തിടെ ബ്രിട്ടൻ സാക്ഷിയായ പ്രധാന രാജികളിൽ ഒന്നാണ് തിങ്കളാഴ്ച രാജിവെച്ച ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി തലവൻ റിച്ചാർഡ് ഹഗ്സിന്റേത്. കഴിഞ്ഞ ബുധനാഴ്ച റേച്ചൽ റീവ്സ് പാർലമെന്റിൽ ഓട്ടം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് 40 മിനിറ്റ് മുൻപ് തന്നെ ബജറ്റ് പൂർണ്ണമായും പലരുടെയും കൈകളിൽ എത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു. അന്ന് തന്നെ റീവ്സ് അടക്കമുള്ളവർ രാജിവെക്കേണ്ടതാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതും കളവാണെന്ന് കൂടി പ്രതിപക്ഷമടക്കമുള്ളവർ പറഞ്ഞതോടെയാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബജറ്റ് തയ്യാറാക്കുന്നതിൽ നിർണായക ചുമതലയുള്ള സ്ഥാപനം OBR തലവൻ റിച്ചാർഡ് ഹഗ്സ് തന്നെ രാജി നൽകിയിരിക്കുന്നത്. 5 വർഷത്തെ ചുമതലയുള്ള പദവിയിൽ കഴിഞ്ഞ സർക്കാർ നിയമിച്ച റിച്ചാർഡിനെ പുതിയ ലേബർ സർക്കാർ ഇക്കഴിഞ്ഞ ജൂലൈയിൽ 5 വർഷത്തേക്ക് കൂടി തുടരാൻ അനുവദിക്കുകയായിരുന്നു. തികഞ്ഞ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കേണ്ട ബജറ്റ് രേഖകൾ ചോർന്നത് തികഞ്ഞ തെറ്റാണ് എന്ന് ബോധ്യമായതോടെയാണ് അദ്ദേഹം പടിയിറങ്ങിയത്. തുടക്കത്തിൽ റീവ്സ് അടക്കമുള്ളവർ ക്ഷമ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും ഒടുവിൽ മന്ത്രി തന്നെ ബജറ്റ് കാര്യങ്ങൾ കളവായി അവതരിപ്പിച്ചുവെന്ന ആക്ഷേപം കൂടി എത്തിയതോടെയാണ് റിച്ചാർഡ് ഹഗ്സ് രാജി പറഞ്ഞത്. പ്രതിപക്ഷം 1.5 ലക്ഷം പൗണ്ട് ശമ്പളമുള്ള പദവിയാണ് ഹഗ്സിന് നഷ്ടമായത്. യുകെയിലെ തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നിൽ കൂടി ഈ ഉത്സവകാലത്ത് യാത്ര തിരിക്കുന്നവർക്കായി മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. യാത്ര ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ പാസ്പോർട്ട് പരിശോധിക്കണമെന്നാണ് അതിൽ പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ വിമാനത്താവളത്തിൽ വെച്ച് നിങ്ങളുടെ യാത്ര മുടങ്ങിയേക്കാമെന്നും അതിൽ പറയുന്നു. എക്സ് അക്കൗണ്ടിലെ പുതിയ അപ്ഡേറ്റിലൂടെ ലണ്ടൻ ലൂട്ടൺ വിമാനത്താവളമാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2018 മുൻപുള്ള യാത്രാരേഖകളാണെങ്കിൽ അവ തീർച്ചയായും പരിശോധിച്ചിരിക്കണം. 2024 1,32,000-ത്തിലധികം വിമാനങ്ങളിലായി 16.9 മില്യൺ യാത്രക്കാർക്കാണ് ഈ വിമാനത്താവളം സേവനമൊരുക്കിയത്. നിങ്ങളുടെ പാസ്പോർട്ട് 10 വർഷം പഴക്കമുള്ളതാണെങ്കിൽ നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ പാസ്പോർട്ട് പുതുക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. യൂറോപ്പിൽ നിന്നും മടക്കയാത്ര ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൽ കുറഞ്ഞത് 3 മാസത്തേക്കുള്ള സാധുതയെങ്കിലും ഇല്ല എങ്കിൽ യാത്ര മുടങ്ങിയേക്കും.
ഈ മാറ്റം നിലവിൽ വരുന്നതിന് മുൻപ് 10 വർഷത്തിലധികം പഴക്കമുള്ള പാസ്പോർട്ടും ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ 26 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ഷെങ്കൻ മേഖലാ രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ ഇത് മതിയാവുകയില്ല. 2018 സെപ്റ്റംബറിന് ശേഷം ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുകളെ ഈ മാറ്റം ബാധിക്കില്ല. മതിയായ ഭക്ഷണം ലഭിക്കാതെയും കിടക്കവിരിയിൽ പൊതിഞ്ഞതിനാലും നവജാത ശിശു മരണമടഞ്ഞ ആശുപത്രി പ്രാവിൻ കാഷ്ടവും മലിനജല ചോർച്ചയും ഒക്കെയായി വൃത്തികെട്ട രൂപത്തിലാണെന്ന് രോഗികൾ പരാതിപ്പെടുന്നു. കാർഡിഫിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് വെയിൽസിൽ നടന്ന അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. വൃത്തികെട്ട വരാന്തകളും തകർന്ന മേൽക്കൂരയുടെയും പരന്നൊഴുകുന്ന മലിനജലത്തിന്റെയും ഒക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെയിൽസിലെ ഏറ്റവും വലിയ ആശുപത്രിയായി ഇവിടെ ജോലി ചെയ്യുന്നത് ഒരു ദുസ്വപ്നമാണ് എന്നാണ് ജീവനക്കാരിൽ ഒരാൾ പറഞ്ഞത്. പല സന്ദർഭങ്ങളിലും ട്രോമ തിയേറ്ററുകളിലും അതിന്റെ വരാന്തകളിലും ഒക്കെ പ്രാവുകളെ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പ്രായമായവരും ഗുരുതര രോഗം ബാധിച്ചവരുമായ രോഗികളെ ഈർപ്പവും തണുപ്പും നിറഞ്ഞ സാഹചര്യങ്ങളിൽ കഴിയാൻ നിർബന്ധിതരാക്കിയതായും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ആശുപത്രിയുടെ ശോചനീയമായ അവസ്ഥ ജീവനക്കാരുടെ ധാർമ്മികതയെ പോലും പ്രതികൂലമായി ബാധിക്കുന്നതായി 300 കൺസൾട്ടന്റുമാർ ആശുപത്രി അധികൃതർ കത്തയച്ചിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ പുറത്തുവന്നത്. ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിലായി പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുകയാണ്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയിൽ നിന്നും വെള്ളം ശേഖരിക്കാൻ ഒന്നാം നിലയിൽ വിവിധ ഇടങ്ങളിൽ ബക്കറ്റുകൾ സജ്ജീകരിച്ചിട്ടുമുണ്ട്. പലപ്പോഴും വിദഗ്ധ ചികിത്സയ്ക്കായി രോഗികളെ കൊണ്ടുപോകുന്നത് വൃത്തിഹീനമായ ടണലുകളിലൂടെയാണ് എന്നും പരാതികളുണ്ട്. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ സിറിഞ്ചുകളും മറ്റും വരാന്തകളിൽ ചിതറിക്കിടക്കുകയാണ്. ഒരു തെരുവ് ചന്തയേക്കാൾ ശോചനീയമാണ് ആശുപത്രിയുടെ അവസ്ഥ എന്ന് രോഗികൾ പരാതിപ്പെടുന്നു. കാറിന്റെ വിൻസ്ക്രീൻ ഡീഫ്രോസ്റ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധാരണ വസ്തു അതിന്മേൽ വെക്കുന്നത് ഒരുപക്ഷെ ശൈത്യകാലത്തെ വലിയൊരു തലവേദന ഒഴിവാക്കാൻ സഹായിച്ചേക്കും. കാലാവസ്ഥ കൂടുതൽ തണുത്തതാകാൻ തുടങ്ങിയതോടെ കാറുകളിലും മറ്റു വാഹനങ്ങളിലും മഞ്ഞടിഞ്ഞുകൂടുന്നത് പതിവായിട്ടുണ്ട്. എന്നാൽ വളരെ ലളിതമായ വഴിയിലൂടെ അത് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് AI പറയുന്നത്. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം കൊണ്ട് വിൻസ്ക്രീൻ ആവരണം ചെയ്യുന്നത് രാത്രികാലങ്ങളിൽ അതിന്മേൽ മഞ്ഞടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ശൈത്യകാലത്ത് ആയാസരഹിതമായ ഡ്രൈവിംഗിന് ഇത് മാത്രമല്ല ഉപായം. കഴിഞ്ഞയാഴ്ച RACയും നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരുന്നു. കാറിൽ നിന്നും ഒരു വസ്തു നീക്കം ചെയ്താൽ മഞ്ഞ് ഘനീഭവിക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് ഗ്യാരേജ് ഉണ്ടെങ്കിൽ ശൈത്യകാലത്ത് കാർ അതിനകത്ത് സൂക്ഷിക്കുന്നത് വിൻസ്ക്രീനിൽ മഞ്ഞടിഞ്ഞുകൂടുന്നത് തടയാൻ സഹായിക്കുമെന്നാണ് AI പറയുന്നത്. ഗ്യാരേജ് ഇല്ലെങ്കിൽ ഡ്രൈവേയിൽ വീടിനോട് കഴിയുന്നത്ര സമീപത്തായി കാർ പാർക്ക് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തു വരുന്ന ചൂട് ഒരു പരിധിവരെ മഞ്ഞ് ഘനീഭവിക്കുന്നത് തടയും. അതുപോലെ വിൻസ്ക്രീനിൽ മഞ്ഞ് കട്ടപിടിക്കുന്നത് തടയാൻ ഒരു ഷീൽഡ് ഉപയോഗിക്കുക. ഒരു കാർഡ്ബോർഡ് കഷ്ണം ഷീൽഡായി ഉപയോഗിക്കാവുന്നതാണ്. ഒരു സാധാരണ ടവൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് വിൻസ്ക്രീനിൽ മഞ്ഞടിഞ്ഞുകൂടുന്നത് തടയാൻ കഴിയും. അമേരിക്കയിൽ ഉയർന്ന വിദ്യാഭ്യാസ വായ്പകളിൽ വൻ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം നഴ്സിംഗ് ബിരുദങ്ങളെ പ്രൊഫഷണൽ ഡിഗ്രികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതോടെ ആരോഗ്യരംഗം കടുത്ത ആശങ്കയിൽ. നഴ്സിംഗിലെ മാസ്റ്റേഴ്സ്, ഡോക്ടർ കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടാണ് പുതുക്കിയ നിയമങ്ങൾ വന്നിട്ടുള്ളത്. ഇതുവരെ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പഠന ചെലവിന്റെ മുഴുവൻ തുകയും ഫെഡറൽ വായ്പകളിലൂടെ നേടാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ 2026 ജൂലൈ മുതൽ പ്രൊഫഷണൽ ഡിഗ്രിയാണോ എന്നതിനെ അടിസ്ഥാനമാക്കി വായ്പാ പരിധി നിശ്ചയിക്കുമെന്ന് US വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സാധാരണ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം പരമാവധി $20,500 ആജീവനാന്ത പരിധിയായി $1,00,000, പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർക്ക് $50,000 വരെയും മൊത്തത്തിൽ $2,00,000 വരെയും വായ്പയായി ലഭിക്കാറുണ്ട്. ഡെന്റിസ്ട്രി, വെറ്റിനറി, ഫാർമസി, നിയമം, മെഡിസിൻ എന്നിവയാണ് പട്ടികയിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ. നഴ്സിംഗ് ഉൾപ്പെടാത്തത് ആരോഗ്യ പഠന കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആവശ്യമായ ഉയർന്ന പഠനത്തിനുള്ള പണം നേടാനുള്ള വഴി ചുരുങ്ങുകയാണ് എന്ന് അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ പ്രതികരിച്ചു. വാർഷിക ശരാശരി ചെലവ് $30,000 നഴ്സിംഗ് ഗ്രാജുവേറ്റ് പഠനം വായ്പാ പരിധികളാൽ കൂടുതൽ ബുദ്ധിമുട്ടിലാകുമെന്നാണ് സംഘടനയുടെ മുന്നറിയിപ്പ്. ഒഹായോയിലുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനി നൈമ ബ്രാൻഡി ആശങ്ക മറച്ചുവെച്ചില്ല. നഴ്സ് പ്രാക്ടീഷണറായി ഉയരാനുള്ള എന്റെ സ്വപ്നം ഉപേക്ഷിക്കാനാവില്ല, പക്ഷെ അത് കാര്യങ്ങൾ കഠിനമാക്കും എന്ന് അവർ കൂട്ടിച്ചേർത്തു. പുതിയ പരിധികൾ തനിക്ക് ബാധകമാകുമെന്നും വർഷങ്ങളായി 70 മണിക്കൂർ വീതം ജോലി ചെയ്ത് മുന്നൊരുക്കം നടത്തിയതായും യൂട്യൂബിൽ നഴ്സ് ബാസ് എന്ന പേരിൽ പഠനയാത്ര പങ്കുവച്ചു വരുന്ന ബ്രാഡ് ബാസും പറയുന്നു. വായ്പാ പരിധി സർവകലാശാലകളെ ഫീസ് കുറയ്ക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അണ്ടർ സെക്രട്ടറി നിക്കോളാസ് കെന്റ് പറയുന്നത്. എന്നാൽ പെൻസിൽവേനിയ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ ഡീൻ ആന്റോണിയ വില്ലുവറൽ അതിനെ തള്ളി. ഈ പഠനം തന്നെ വിലയേറിയതാണ്. സിമുലേഷൻ ലാബുകൾ, അനുബന്ധ സംവിധാനങ്ങൾ എല്ലാം ചെലവേറിയതാണ്. നിലവാരം കുറയ്ക്കാതെ ചെലവ് കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്താനാണ് നമ്മളുടെ ശ്രമമെന്നവർ വ്യക്തമാക്കി. സിമി വാലിയിൽ പ്രശസ്ത റേഡിയോളജിസ്റ്റ് ഡോക്ടർ എറിക് കോർഡസിനെയും ഭാര്യ വിക്കിയെയും വീട്ടുവളപ്പിൽ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവം നാടിനെ നടുക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം തുറന്ന ഗ്യാരേജിൽ നിരവധി തവണ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയ ദമ്പതികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് സിമി വാലി പോലീസ് അറിയിച്ചു. സംഭവം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണെന്നും ഇതൊന്നും യാദൃച്ഛികമല്ല എന്നും പോലീസ് സ്ഥിരീകരിച്ചു. സമൂഹത്തിന് തൽക്ഷണ ഭീഷണിയില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്.
പ്രതികളെക്കുറിച്ചോ ആക്രമണത്തിന്റെ പ്രേരണകളെക്കുറിച്ചോ എന്തെങ്കിലും വിവരം പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. 3 ദശകത്തിലധികമായി സിമി വാലിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ കോർഡസ് ഫോക്കസ് മെഡിക്കൽ ഇമേജിംഗ് കേന്ദ്രത്തിലെ പ്രധാന വിദഗ്ധരിൽ ഒരാളായിരുന്നു. അസാമാന്യ പ്രതിഭയും പരിശ്രമശാലിയുമായ ഡോക്ടറായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നഷ്ടം നികത്താനാകാത്ത ഒരു ശൂന്യത ഉണ്ടാക്കുമെന്നും ക്ലിനിക് പ്രസ്താവനയിൽ പറഞ്ഞു. അഡ്വന്റിസ്റ്റ് ഹെൽത്ത് സിമി വാലി ആശുപത്രിയും ഡോക്ടറുടെ മരണത്തെ ആഘാതകരമായ നഷ്ടമെന്ന് പ്രതികരിച്ചു. ഏകദേശം 30 വർഷമായി ഈ സമൂഹത്തിന് കരുണയും കൃത്യതയും നിറഞ്ഞ സേവനം ഡോക്ടർ കോർഡസ് നൽകി. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മരണം ഞങ്ങളെ വളരെ ദുഃഖിതരാക്കുന്നു എന്ന് ആശുപത്രി അറിയിച്ചു. കൊലപാതകങ്ങളുടെ നിഗൂഢത നീങ്ങാത്ത സാഹചര്യത്തിൽ സിമി വാലി പോലീസ് വ്യാപകമായ അന്വേഷണം തുടരുകയാണ്. ട്രംപ് ഭരണകൂടത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ വീണ്ടും കനക്കുകയാണ്. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന മന്ത്രിസഭാ യോഗത്തോടനുബന്ധിച്ച് അമേരിക്കൻ കുട്ടികൾക്കായി ട്രംപ് അക്കൗണ്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ മറുവശത്ത് കരീബിയൻ സമുദ്രത്തിൽ നടന്ന US സൈനിക ബോട്ട് ആക്രമണം വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയായി. ഒക്ലാഹോമയും ആർക്കൻസാസും ചേർന്ന് 260 നാഷണൽ ഗാർഡ്സ്മാൻമാരെ വാഷിംഗ്ടണിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. വെടിവയ്പിൽ 2 ഗാർഡ്മാൻ മരിച്ച സംഭവത്തെ തുടർന്നായിരുന്നു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് 500 പേർ കൂടി എത്തിക്കുമെന്ന് പറഞ്ഞത്. ഇതിനകം 8 സംസ്ഥാനങ്ങളിൽ നിന്നുമായി DC-യിൽ 20,200 ഗാർഡ്മാർ തയ്യാറായി നിൽക്കുകയാണ്. ഇവരൊക്കെ ഇപ്പോൾ ആയുധ സജ്ജരാണെന്ന് പെന്റഗൺ വക്താവ് കിങ്സ്ലി വിൽസൺ അറിയിച്ചു. ഇതിനിടെ സെപ്റ്റംബറിൽ 15-നുണ്ടായ US സൈനിക ബോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊളംബിയൻ മത്സ്യത്തൊഴിലാളി അലഹാന്ദ്രോ കരാൻസയുടെ കുടുംബം അമേരിക്കയ്ക്കെതിരെ അമേരിക്കൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി. ലക്ഷ്യമിട്ട വ്യക്തികളെ തിരിച്ചറിയാതെ തന്നെ ആക്രമണത്തിന് ഉത്തരവിട്ടതായാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ ആക്രമണങ്ങൾ നിയമാനുസൃതമാണെന്നും ബോട്ടുകൾ മയക്കുമരുന്ന് കടത്തിന്റെ തെളിവുകൾ ഉണ്ട് എന്നും പ്രതിരോധ സെക്രട്ടറി ഹെക്സത്ത് ആവർത്തിക്കുന്നു. ആദ്യ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ വീണ്ടും ലക്ഷ്യമിട്ടെന്ന ആരോപണം ഉയർന്ന 2ാം ബോട്ട് ആക്രമണത്തെക്കുറിച്ച് സെനറ്റർ റാൻഡ് പോൾ തുറന്നടിച്ചു. എല്ലാവരെയും കൊലപ്പെടുത്തുക എന്ന ഉത്തരവുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് തനിക്ക് ഗൗരവകരമായ ആശങ്കകളുണ്ട് എന്ന് പോൾ പറഞ്ഞു. എന്നാൽ ഈ വാചകം ഹെക്സത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. മിക്ക റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ആവർത്തിച്ചുള്ള ചോദ്യങ്ങളുമായി വിഷയത്തോട് പ്രതികരിച്ചെങ്കിലും എല്ലാവരും കരീബിയൻ ദൗത്യത്തെ പിന്തുണച്ചു. സെനറ്റർ എറിക് ഷ്മിക് നാർക്കോ ടെററിസ്റ്റ് ബോട്ടുകളെയും അതിലുള്ളവരെയും ഇല്ലാതാക്കാനുള്ള നടപടികൾ 100% നിയമപരമാണ് എന്ന് പ്രസ്താവിച്ചു. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും ചേർന്ന് 12ാം വർഷ ലണ്ടൻ ചെമ്പൈ സംഗീതോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. 2025 നവംബർ 29-ാം തീയതി ശനിയാഴ്ച 3 മുതൽ 10 വരെ ലണ്ടനിലെ ബാൻസ്റ്റഡിലുള്ള ബാൻസ്റ്റഡ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ലണ്ടൻ ചെമ്പൈ സംഗീതോത്സവം അരങ്ങേറിയത്. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി കലാകാരന്മാരും കലാകാരികളും ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുത്തു. ലണ്ടൻ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ലണ്ടൻ ഗുരുവായൂരപ്പ സേവാ സമിതി നന്ദി അറിയിച്ചു. ആഗോളതലത്തിലുള്ള പ്രവാസി മലയാളികൾക്കായി വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാ സാംസ്കാരിക വേദിയുടെ 24ാം സമ്മേളനത്തിൽ കേരളപ്പിറവി ആഘോഷവും CI കാർഡിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നു. നവംബർ 29-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരുക്കിയ കേരളപ്പിറവി ആഘോഷവും OCI കാർഡിനെ കുറിച്ചുള്ള ചർച്ചകളും വേൾഡ് മലയാളി കൗൺസിൽ ഗുഡ്വിൽ അംബാസിഡറും കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മ്യൂസിക് അധ്യാപകനും യൂറോപ്പിലെ പ്രശസ്ത മലയാളി ഗായകനുമായ ജോസ് കവലച്ചിറയുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് കലാ സാംസ്കാരിക വേദി ആരംഭിച്ചത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും അഭിഭാഷകരായ അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ജോർജ് വി തോമസ്, സംസ്ഥാന ഗവൺമെന്റിന്റെ മലയാളം മിഷൻ UK ചാപ്റ്റർ പ്രസിഡന്റും ലോക കേരള സഭാംഗവുമായ CA ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള, ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി എന്നിവർ ആശംസകൾ നേർന്നു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളിയം പടയാട്ടിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ കേരളപ്പിറവി ആഘോഷത്തിന് ആശംസകൾ നേർന്നതായി അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് OCI കാർഡിൽ പുതിയതായി കൊണ്ടുവന്ന ഭേദഗതികളെ കുറിച്ചായിരുന്നു പ്രധാനമായി ചർച്ച നടന്നത്. OCI കാർഡിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഭേദഗതികളെ കുറിച്ച് അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസും അഡ്വക്കേറ്റ് ജോർജ് വി തോമസും ശ്രീ CJ ജോസഫും വിശദമായി ചർച്ച നടത്തി. അഡ്വക്കേറ്റ് ജോർജ് വി തോമസ് പുതിയതായി കൊണ്ടുവന്ന മാറ്റങ്ങൾ പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി പ്രതിപാദിച്ചു. പുതിയതായി കൊണ്ടുവന്ന ഭേദഗതികളെ ആർക്കു വേണമെങ്കിലും ദുരുപയോഗം ചെയ്ത് പ്രവാസികളെ കൂടുതൽ ദുരിതത്തിലാക്കാൻ കഴിയുമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ അഭിപ്രായപ്പെട്ടത്. ജീവിതമാർഗം തേടി അന്യദേശത്ത് ജീവിക്കുന്ന പ്രവാസികൾ നാടിനെ സ്നേഹിക്കുന്നവരാണെന്നും ഒരുപക്ഷെ സ്വദേശത്തുള്ളവരെക്കാൾ നാടിനോട് സ്നേഹവും കൂറും പ്രകടിപ്പിക്കുന്നവർ പ്രവാസികളാണെന്നും നാടിന്റെ വികസനത്തിനായി മുതൽ മുടക്കുന്നവരാണെന്നും പലരും ചൂണ്ടിക്കാട്ടി. പുതിയതായി കൊണ്ടുവന്ന ഭേദഗതികൾ തങ്ങൾക്കുള്ള ഉത്കണ്ഠ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ നിർദ്ദേശിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയണൽ ട്രഷറർ ഷൈബു ജോസഫ് കട്ടിക്കാട്ട് കൃതജ്ഞത പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയണൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാ സാംസ്കാരിക വേദിയുടെ അടുത്ത സമ്മേളനം അടുത്ത വർഷം മാർച്ച് 28-ാം തീയതി
സിൽവർ ജൂബിലിയായി വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ആഘോഷിക്കുന്നതാണ്. ഈ കലാ സാംസ്കാരിക വേദിയിൽ എല്ലാ പ്രവാസി മലയാളികൾക്കും അവർ താമസിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാനും അവരുടെ കലാസൃഷ്ടികൾ അവതരിപ്പിക്കാനും ആശയവിനിമയങ്ങൾ നടത്താനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ആഗോളതലത്തിലുള്ള പ്രവാസി മലയാളികൾക്കായി തുടങ്ങിയിരിക്കുന്ന ഈ കലാ സാംസ്കാരിക വേദിയിൽ പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന സമകാലിക വിഷയങ്ങളെ കുറിച്ച് സംവദിക്കാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പ്രവാസി മലയാളികളെയും ഈ കലാ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ സ്വാഗതം ചെയ്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.46 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 90.24 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.08 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 64.59 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകളെ വിമർശിച്ച് 3 വിദേശ രാജ്യങ്ങളുടെ ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധികൾ ചേർന്ന് ലേഖനം എഴുതിയതിൽ വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി പ്രകടിപ്പിച്ചു. വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്താനിരിക്കെയാണ് ലേഖന വിവാദം. UK ഹൈ കമ്മീഷണർ ലിൻഡെ കാമറൺ, ഫ്രഞ്ച് അംബാസഡർ തിയറി മതോ, ജർമ്മൻ അംബാസഡർ ഫിലിപ്പ് അക്കർമാൻ എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ ശ്രമം നടത്താത്തതിനെ വിമർശിച്ച് കഴിഞ്ഞ ദിവസം ലേഖനം പ്രസിദ്ധീകരിച്ചത്. മൂന്നാമതൊരു രാജ്യവുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ പൊതുവിടത്തിൽ അഭിപ്രായം പറയുന്നത് സ്വീകാര്യമല്ലാത്ത നയതന്ത്ര രീതിയാണ്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. സമാധാന ചർച്ചകൾ ആരംഭിച്ച ശേഷമാണ് യുക്രൈനെതിരായ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടന്നതെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് പുടിനാണെന്നായിരുന്നു ലേഖനത്തിലെ വാദം. ലേഖനത്തിനെതിരെ നയതന്ത്ര മേഖലയിലെ പ്രമുഖർ രംഗത്തെത്തിയിരുന്നു. നയതന്ത്ര പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നാണ് മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവാൽ സിബൻ വിമർശിച്ചത്. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നൽകാനാവില്ല എന്ന് പുതുച്ചേരി പോലീസ്. TVKയുടെ അപേക്ഷയിൽ DIG സർക്കാരിനെ നിലപാട് അറിയിച്ചു. വിജയ്ക്ക് പൊതുയോഗത്തിൽ പ്രസംഗിക്കാമെന്നും പൊതുസമ്മേളനത്തിനായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കാമെന്നുമാണ് പോലീസിന്റെ നിലപാട്. ഉന്നതതല അവലോകനത്തിനു ശേഷമാണ് തീരുമാനം. ഡിസംബർ 5 നടത്താൻ തീരുമാനിച്ച TVKയുടെ റോഡ് ഷോയ്ക്കാണ് പുതുച്ചേരി പോലീസ് അനുമതി നിഷേധിച്ചത്. പുതുച്ചേരിയിലെ വീതി കുറഞ്ഞ റോഡുകൾക്ക് വൻ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് അനുമതി നിഷേധിച്ചതിനു കാരണമായി പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. പൊതുയോഗം മാത്രമാണെങ്കിൽ മികച്ച രീതിയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും അധികൃതർ പറയുന്നു. പുതുച്ചേരിയിൽ വിജയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കമിടാൻ ലക്ഷ്യമിട്ടായിരുന്നു വമ്പൻ റോഡ് ഷോ നടത്താൻ TVK പദ്ധതിയിട്ടത്. ഇത് സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾക്കായി മുതിർന്ന നേതാക്കളായ ബൂസി ആനന്ദ്, ആദവ് അർജുന എന്നിവർ പുതുച്ചേരിയിൽ എത്തിയിരുന്നു. പോലീസ് തീരുമാനത്തിൽ TVK ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഭൂമി വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി. ഇതിനായി നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ ഉടമസ്ഥതയിലുള്ള 180 ഏക്കർ DRDOയ്ക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു. ജയിലിന്റെ ഭൂമിയിൽ നാഷണൽ ഫോറൻസിക് സയൻസസ് സർവകലാശാലയും സശസ്ത്ര സീമാ ബൽ ബറ്റാലിയന്റെ ആസ്ഥാനം സ്ഥാപിക്കാനും ഭൂമി വിട്ടുകൊടുക്കാൻ കോടതി അനുമതി നൽകി. 32 ഏക്കർ ഭൂമി വീതമാണ് നാഷണൽ ഫോറൻസിക് സർവകലാശാലയ്ക്കും സശസ്ത്ര സീമാ ബലിനും കൈമാറുന്നത്. നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന് 457 ഏക്കർ ഭൂമിയാണുള്ളത്. ഇതിൽ 200 ഏക്കർ ഭൂമി ജയിലിലായി നിലനിർത്തിയ ശേഷം 257 ഏക്കർ ഭൂമിയാണ് കേന്ദ്ര സർക്കാരിന് കൈമാറാൻ പോകുന്നത്. ജയിലിന്റെ സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് കൈമാറണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി ആവശ്യമാണ്. അതിനാലാണ് സംസ്ഥാന സർക്കാർ ഭൂമി കൈമാറ്റത്തിന് സുപ്രീം കോടതിയുടെ അനുമതി തേടിയത്. ബ്രഹ്മോസിന്റെ വികസനത്തിനായി ഭൂമി അനുവദിക്കണമെന്ന് കേരള സർക്കാരിനോട് DRDO ആവശ്യപ്പെട്ടിരുന്നു. ഭൂമി അനുവദിക്കണമെന്ന് സശസ്ത്ര സീമാ ബലും ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട്. തലസ്ഥാനത്തിന്റെ വികസനത്തിന് വഴിയൊരുക്കുന്ന പദ്ധതികൾക്കാണ് അനുമതിയാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ കോടതി നാളെ വൈകുന്നേരം 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രാഹുൽ ഈശ്വർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ ഡിസംബർ 6 പരിഗണിക്കും. അഡീഷണൽ CJM കോടതിയാണ് കേസ് പരിഗണിച്ചത്. ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും രാഹുലിന്റെ ഓഫീസിൽ പരിശോധന നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിച്ചാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. അറസ്റ്റിലായ രാഹുലിനെ കഴിഞ്ഞ ദിവസം കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ജയിലിലെ നിരാഹാര സമരത്തിലാണ് നിലവിൽ രാഹുൽ. ആളെ തിരിച്ചറിയാൻ സഹായിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവ. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് 1ാം പ്രതി. അഭിഭാഷക ദീപ ജോസഫ് എന്നു പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. പാലക്കാട് സ്വദേശിയായ വ്ലോഗറാണ് 6ാം പ്രതി. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്നാണ് വിവരം.
കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ കനേഡിയൻ വിദേശ നിക്ഷേപ ഉപദേശക ഏജൻസിയായ CDPQവിന്റെ ഉദ്യോഗസ്ഥരുമായി സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. CDPQ ഇന്ത്യയുടെ ഡയറക്ടർ ഹർഷ് സിംഗൽ, ഡെപ്യൂട്ടി ഹെഡ് അനീറ്റ M. ജോർജ് എന്നിവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് EDയുടെ റിപ്പോർട്ട്. ക്യൂബക്സ് ഡിപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കിഫ്ബിക്ക് മസാല ബോണ്ടിലൂടെ ലഭിച്ച വിദേശ വായ്പ വകമാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന ആരോപണം ED റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത്. തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി TM തോമസ് ഐസക്, കിഫ്ബി CEO KM എബ്രഹാം എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവർ നിന്ന് ED വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗങ്ങളുടെ മിനിറ്റ്സ് ഇവർ EDക്ക് കൈമാറി. അതിൽ നിന്നാണ് 27 പദ്ധതികൾക്ക് മസാല ബോണ്ട് വഴി വായ്പ എടുത്ത 466 കോടി രൂപ വിനിയോഗിച്ചതായി കണ്ടെത്തിയത്. പാലക്കാട്, കണ്ണൂർ വ്യവസായ പാർക്കിനായി 4887 ഏക്കർ ഭൂമി വാങ്ങിയത് ഈ ഫണ്ട് ഉപയോഗിച്ചാണെന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിലെ വാദം അടച്ചിട്ട കോടതി മുറിയിൽ നടന്നു. രാഹുലും പരാതിക്കാരിയും ഈ ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇത് അംഗീകരിച്ച കോടതി മറ്റുള്ളവരെ പുറത്തിറക്കിയാണ് വാദം കേട്ടത്. രാഹുലിന് ഏറെ നിർണായകമാണ് കേസ്. കോടതിയിൽ നിന്ന് നടപടി ഉണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, MLA സ്ഥാനം നഷ്ടമാകും. യുവതി പരാതി നൽകി 7ാം ദിവസവും രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. രാഹുൽ ബാംഗ്ലൂരിൽ ഒഴിവിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണോ എന്നുമാണ് രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നത്. യുവതി വിവാഹിതയാണെന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നും രാഹുൽ പറയുന്നു. സ്വമേധയാ ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ കടുത്ത കുറ്റകൃത്യം നടന്നുവെന്നും ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. ഗർഭധാരണത്തിന് നിർബന്ധിച്ചുവെന്നും പിന്നീട് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നും പോലീസ് കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. രാഹുൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നെയ്യാറ്റിൻകര JFCM 7 കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണയും പിന്നീട് പാലക്കാട് വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴിയിൽ പറയുന്നത്. അതിനിടയിൽ ഇന്നലെ രാഹുലിനെതിരെ പീഡന പരാതി ഉന്നയിച്ചുകൊണ്ട് ബാംഗ്ലൂരു സ്വദേശിനിയും രംഗത്ത് വന്നു. കോൺഗ്രസ് നേതൃത്വത്തിനും പോലീസിനും യുവതി പരാതി നൽകി കഴിഞ്ഞു. കടുത്ത ആരോപണങ്ങളാണ് യുവതിയും തന്റെ പരാതിയിൽ രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ പാർലമെന്റ് അംഗവുമായിരുന്ന VP നായരുടെ മകനും ലണ്ടനിൽ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജനുമായിരുന്ന പരേതനായിരുന്ന ഡോക്ടർ P. ഹരികുമാറിന്റെ സൗഹൃദത്തിനൊരു സമർപ്പണം എന്ന പുസ്തകം ഏഷ്യാനെറ്റ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ റെജി മേനോൻ പ്രകാശനം ചെയ്തു. ഡിസംബർ 29 വൈകുന്നേരം 4:30 തിരുവനന്തപുരം ക്ലബിൽ വെച്ചായിരുന്നു പുസ്തക പ്രകാശനം നടന്നത്. പ്രശസ്ത കവി പ്രൊഫസർ V. മധുസൂദനൻ നായർ ആദ്യ കോപ്പി സ്വീകരിച്ചു. KG അജിത് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ മീനാക്ഷി നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ S. നിർമ്മല പുസ്തക പരിചയം നിർവഹിച്ചു. VK മാധവ മോഹൻ, ചന്ദ്രിക മേനോൻ, ഡോക്ടർ BC രാജേഷ്, H. വിൽഫ്രഡ്, ഡോക്ടർ P. ശശിധരൻ എന്നിവർ സംസാരിച്ചു. കൊല്ലം സൈന്ധവ ബുക്സ് ആണ് പ്രസാധകർ. ഇന്ത്യൻ ടീമിന്റെ ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ ആരാധകർക്ക് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും പ്രകടനം കാണാനുള്ള വേദിയായി മാറിയിട്ടുണ്ട്. മികച്ച പ്രകടനം പുറത്തെടുത്താലും പെട്ടെന്ന് പുറത്തായാലും മത്സരഫലത്തേക്കാൾ അതാണ് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയാകുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിലെ ഇന്ത്യയുടെ വിജയത്തെക്കാൾ ചർച്ച ചെയ്യപ്പെട്ടത് വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് സെഞ്ചുറിയും 6കളിൽ റെക്കോർഡിട്ട് അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുമായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം ഏകദിന മത്സരം ബുധനാഴ്ച നടക്കുമ്പോഴും ഇരുവരും തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. റായ്പൂരിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലാണ്. ഈ മത്സരം ജയിച്ചാൽ പരമ്പര ആതിഥേയർക്ക് സ്വന്തമാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ ലേബർ പാർട്ടി സർക്കാരിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെക്കും. ബജറ്റ് വീഴ്ചയുടെ പേരിൽ ധനമന്ത്രി ചാൻസലർ റേച്ചൽ റീവ്സ് അടക്കം രാജിവെക്കണമെന്ന് ലേബർ പാർട്ടിയിലെ വിമതന്മാർ. UK-യിൽ തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ കൂടി യാത്ര തിരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പാസ്പോർട്ട് പരിശോധിച്ചില്ല എങ്കിൽ യാത്ര മുടങ്ങും. ഇനി മുതൽ 10 വർഷത്തിലധികം പഴക്കമുള്ള പാസ്പോർട്ട് ഉപയോഗിച്ച് 26 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ഷെങ്കൻ മേഖലാ രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയില്ല. കാർഡിഫിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ചന്തകളെ നാണിപ്പിക്കുന്നത്. മതിയായ ഭക്ഷണം ലഭിക്കാതെയും കിടക്കവിരിയിൽ പൊതിഞ്ഞതിനാലും നവജാത ശിശുക്കളടക്കം ആശുപത്രിയിൽ മരണമടഞ്ഞു. വിദഗ്ധ ചികിത്സകൾക്കായി രോഗികളെ കൊണ്ടുപോകുന്നത് വൃത്തിഹീനമായ ടണലുകളിലൂടെയാണ് എന്നും പരാതി. ആശുപത്രിയുടെ ശോചനീയമായ അവസ്ഥ രോഗികൾക്ക് ദുരിതമാകുന്നു. അമേരിക്കയിൽ ഉയർന്ന വിദ്യാഭ്യാസ വായ്പകളിൽ വൻ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം നഴ്സിംഗ് ബിരുദങ്ങളെ പ്രൊഫഷണൽ ഡിഗ്രികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നഴ്സിംഗിലെ മാസ്റ്റേഴ്സ്, ഡോക്ടറൽ കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ആശയക്കുഴപ്പത്തിൽ. പുതുക്കിയ നിയമങ്ങളിൽ ആരോഗ്യരംഗം കടുത്ത ആശങ്കയിൽ. കരീബിയൻ സമുദ്രത്തിൽ നടന്ന US സൈനിക ബോട്ട് ആക്രമണ വിവാദം രൂക്ഷമാകുന്നു. അമേരിക്കയ്ക്കെതിരെ അമേരിക്കൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം. ട്രംപ് ഭരണകൂടത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയാകും.
യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകളെ വിമർശിച്ച് ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധികളുടെ ലേഖനം എഴുതിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം. ലേഖനം വിവാദമായിരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്താനിരിക്കെ. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കേന്ദ്രം തിരുവനന്തപുരത്ത്. നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഭൂമി വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി. രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഓഫീസ് പരിശോധിക്കണമെന്ന് ആവശ്യം. ഗൂഢാലോചന അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് കോടതിയിൽ. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം. ഗർഭഛിദ്രം നടത്തിയത് യുവതി. രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ ശ്രമമെന്ന് രാഹുലിന്റെ വാദം. പുതിയ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.